എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജൂപ്പിറ്ററിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ജൂപ്പിറ്റർ 110ൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അപ്പം ഇതിൻ്റെ ഒരു റൈഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഡിസൈൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടി വി എസിന് ഒരു കിടിലൻ സല്യൂട്ട് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത, ഇപ്പോൾ നിലവിൽ ടോപ്പായിട്ട് നിൽക്കുന്ന, ഡിസൈൻ്റെ കാര്യത്തിൽ ടോപ്പായി നിൽക്കുന്ന ഏറ്റവും നല്ല സ്കൂട്ടറുകളിൽ ഒരു മികച്ച സ്കൂട്ടർ തന്നെയാണ് ഈ കാണുന്ന ജൂപ്പിറ്റർ 110 എന്ന് പറയുന്നത്. ഇതിൻ്റെ എസ്പെഷ്യലി പറയേണ്ടത് ഈ ഒരു ഇൻഫിനിറ്റി DRL ആണ്. ഒരു രക്ഷയില്ല, അന്യായ ലുക്കാണ് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബ്ലൂ ടോണും കൂടെ വന്നു കഴിയുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്കും ഗംഭീര ലുക്കാണ്. ഓവറോൾ ഡിസൈൻ്റെ കാര്യത്തിൽ അടിപൊളി ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ നിന്നാണേലും റിയർ വ്യൂ ആണെങ്കിലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ഒരല്പം ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെയൊക്കെ ടച്ച് കൊടുത്തിട്ടാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതും ഇൻഫിനിറ്റി ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെയാണ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ബ്രേക്ക് ലൈറ്റും വരുന്നത്. അപ്പം ഇവിടെയൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ ഒരു മാറ്റ് ഫിനിഷ് ബ്ലൂ അടിപൊളിയാണ്. ഇതിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഹസാർഡ് ലാമ്പും വരുന്നുണ്ട്. LED യൂണിറ്റ്സ് ആണ് ഹെഡ് ലാമ്പ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് മീറ്റർ കൺസോളിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളി മീറ്റർ കൺസോളാണ്. കളർഫുൾ LCD ആണ്. അപ്പോൾ ഇതിനകത്ത് വലിയ ഒരു സ്പീഡോമീറ്റർ കാണാൻ പറ്റും. നല്ല വലിപ്പമാണ് ഈ ഒരു സ്പീഡോമീറ്ററിൻ്റെ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത്. ആർക്കും ഏതൊരു പ്രായത്തിലുള്ള ആൾക്കാർക്കും ഈസി ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡോമീറ്റർ. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ഡിസ്റ്റൻസ് ടു എംറ്റി, അതുപോലെ പവർ മോഡാണോ ഇക്കോ മോഡാണോ എന്നൊക്കെയുള്ളത്, ഫ്യൂവൽ വാണിങ്, ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി, വോയിസ് സിസ്റ്റം, കോൾ അലർട്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ. സ്വിച്ചിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ബട്ടൺ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ട്രാഫിക്കിൽ ബസ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി വണ്ടി ഓഫ് ആകും. വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ത്രോട്ടിലൊന്ന് കൊടുത്താൽ മതി, വണ്ടി ഓണായിട്ട് മൂവ് ആവും. അപ്പം അത് നമുക്ക് ഫ്യൂവൽ സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസെൻഗേജ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കുറച്ച് കൂട്ടാൻ സഹായിക്കും. പിന്നെ നമുക്ക് സൈലൻറ്റ് സ്റ്റാർട്ടാണ് വരുന്നത്. കണ്ടോ, വളരെ സ്മൂത്തായിട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. അതിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ വോയിസ് കമാൻഡിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. നമുക്കത് TVSൻ്റെ ആപ്പ് കണക്ട് ചെയ്താൽ വർക്കാകും. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച്, ഇൻഡിക്കേറ്റർ, ഹോൺ, ഇത്രയും കാര്യങ്ങളാണ്. അത്യാവശ്യം സ്വിച്ച് ക്വാളിറ്റിയൊക്കെ നല്ല ഡീസൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു മൾട്ടി ഫങ്ഷണൽ കീ ആണ്. അതായത് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും, പിന്നെ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാനും. ഈ കാണുന്ന ഫ്യൂവൽ ലിഡ്, അതായത് ഇത് പെട്രോൾ ടാങ്കാണ്, ജസ്റ്റ് നമുക്ക് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ബൂട്ട് സ്പേസ് ആണ് ഓപ്പൺ ആകുന്നത്. അതേസമയം നമുക്ക് പ്രസ് ചെയ്തിട്ട് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫ്യൂവൽ ലിഡ് ഓപ്പൺ ആകും. ഈസിയാണ്, അത് കൺവീനിയൻ്റ് ആണ്. നമുക്ക് സീറ്റിൻ്റെ അടിയിൽ ഫ്യൂവൽ ലിഡ് വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം, നമ്മൾ ഇറങ്ങിയിട്ട് അത് പൊക്കേണ്ടി വരും. അപ്പോൾ ഇത് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആണ്. സീറ്റിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഹോൾഡർ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. 2 ലിറ്റർ സ്പേസ് ആണ്. പിന്നെ ബൂട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് കണ്ടോ 33 ലിറ്റേഴ്സ് വരുന്നുണ്ട്. അതായത് 2 ഹാഫ് ഫേസ് ഹെൽമെറ്റ് വെക്കാൻ പറ്റും. ഇതുപോലെയുള്ള വലിയ ഹെൽമെറ്റ് വെക്കാൻ പറ്റില്ല. 2 ഹാഫ് ഫേസ് ഹെൽമെറ്റ് പ്രോപ്പറായിട്ടിരിക്കും. നല്ല ബൂട്ട് സ്പേസ് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എൻജിൻ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ഓടിച്ചിട്ട് നോക്കാം. നല്ല സ്മൂത്താണ് വണ്ടി, സൂപ്പർ സ്മൂത്ത് എന്ന് വേണേൽ പറയാം. TVSൽ ഇത്രയും നാൾ ഓടിച്ചതിൽ ഏറ്റവും സ്മൂത്തായിട്ടുള്ള ഒരു സ്കൂട്ടറായിട്ട് എനിക്കിത് പറയേണ്ടി വരും. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുന്ന അത്രയും സ്മൂത്തായിട്ട് വേണേൽ പറയാം. പവർ ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 bhp പവറും 9 Nm ടോർക്കുമാണ് വരുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പവർ ഫിഗറാണ്. ഇതിൻ്റെ ഒരു നമുക്കിപ്പോൾ ഒരു വണ്ടിയുടെ കാര്യം പറയുമ്പോൾ പവർ ബാൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. 1 ലോ എൻഡ്, 2 മിഡ് റേഞ്ച്, പിന്നെ ടോപ്പ് എൻഡ്. അപ്പം ഇത് ഏത് റേഞ്ചിലാണ് ഇതിനകത്ത് പവർ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ എൻഡ് എന്ന് പറയുന്നത് വളരെ സ്മൂത്താണ്, വളരെ ലീനിയറാണ്, ഒരുപാട് എടുത്തടിക്കുന്ന തരത്തിലുള്ള പവറല്ല. മിഡ് റേഞ്ചിലാണ് ഒരു ചെറിയ പവർ നമുക്ക് കിക്ക് ചെയ്ത് വരുന്നത്. മിഡ് റേഞ്ചിൽ നിന്നും ടോപ്പ് എൻഡിലേക്ക് നല്ല പവർ വണ്ടിക്കുണ്ട്. അതായത് ബിഗിനേഴ്സിന് പറ്റിയ രീതിയിലാണ് ഇതിനെ എൻജിൻ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ ലീനിയറായിട്ട്, അതായത് പതിയെ സ്പീഡ് കയറുന്ന തരത്തിൽ. പക്ഷേ നമ്മൾ ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ പുൾ ചെയ്ത് പോരും.
അപ്പം അത്രയ്ക്കും നല്ല ഒരു എൻജിനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒട്ടും ഒരു വൈബ്രേഷൻ ഇല്ല, അതാണ് നല്ല റിഫൈൻമെൻ്റ് ആണ്, നല്ല സ്മൂത്താണ്, സൂപ്പർ സ്മൂത്തായിട്ടുള്ള ഒരു എൻജിനാണ്. അത് ഇതിൻ്റെ വലിയൊരു പ്ലസ് പോയിൻ്റാണ്. ഉണ്ടോ, നമുക്കൊരു 60-ലൊക്കെ വളരെ ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. എന്തായിരുന്നാലും എൻജിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. വളരെ നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ള സൂപ്പർ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിനായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് എൻജിൻ്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ എർഗണോമിക്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. നമുക്ക് കയറിയിരുന്ന് കഴിയുമ്പോൾ തന്നെ കണ്ടോ, വളരെ സീറ്റ് ഹൈറ്റ് വളരെ ലോ ആണ്. 790 mm വരുന്നുള്ളൂ. എനിക്ക് ഈസി ആയിട്ട് കാലുകുത്താൻ പറ്റുന്നുണ്ട്. പ്ലാന്റഡ് ഫുട്ടാണ്. പൊക്കം കുറഞ്ഞവർക്ക് വളരെ ഈസി ആയിട്ട് കാലുകുത്താൻ പറ്റും. അതുപോലെ ബിഗിനേഴ്സിന് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ ഒരു പൊസിഷൻ ആസ് യൂഷ്വൽ നോർമൽ സ്കൂട്ടറിലൊക്കെ വരുന്ന പോലെ തന്നെ വളരെ റിലാക്സ്ഡ് ആണ്. ഒതുങ്ങിയൊരു ഹാൻഡിൽ ബാർ ഡിസൈനാണ്. അതുപോലെ ഇവിടെ നമുക്ക് ലെഗ് സ്പേസ് നല്ല രീതിക്ക് വരുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് 5.9 ആണ്. പക്ഷേ എനിക്ക് വളരെ ഈസി ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ട് ഇവിടെ കാലുകുത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ ലോങ് ആയിട്ടുള്ള ഒരു സീറ്റാണ്. അതുകൊണ്ട് തന്നെ അല്പം വലിപ്പമുള്ളവർക്കും ഈസി ആയിട്ട് റൈഡറിനാണെങ്കിലും പില്ലിയനാണെങ്കിലും സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ഒരു മീഡിയം സ്റ്റിഫ്നെസ് ഉള്ള ഒരു പ്രീമിയം കുഷ്യനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഗ്രാബറിലൊക്കെ നല്ല സ്ട്രോങ് ആണ്. ഫുഡ് പെഗും നല്ല ക്വാളിറ്റി ഉണ്ട്. അത്രയൊക്കെ കാര്യങ്ങളാണ് എർഗണോമിക്സിൻ്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5.1 ലിറ്ററാണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പം ഫ്യൂൾ ടാങ്ക് എന്ന് പറയുന്നത് ഫുഡ് ബോർഡിൻ്റെ അടിയിലാണ്. അപ്പം നമുക്ക് ഏകദേശം മൈലേജ് ഫിഗർ യൂഷ്വൽ റൈഡിൽ നമുക്ക് കിട്ടുന്നത് ഒരു 48-50 ആ റേഞ്ചിലായിരിക്കും. നമുക്കിപ്പം നല്ല രീതിയിൽ പവർ മോഡിലേക്ക് അധികം പോകാതെ ഈക്കോ മോഡിൽ തന്നെ ഓടിക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് ഒരുപാട് ത്രോട്ടിൽ പെട്ടെന്ന് കൊടുക്കാതെ വളരെ ഗ്രാജുവലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 50+ ഒരു 50-55 അടുത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. റാഷായിട്ടൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിലാണ് 50-ന് താഴെ പോകത്തുള്ളൂ. അല്ലെങ്കിൽ 48-50 ആ റേഞ്ചിൽ തന്നെ എന്തായിരുന്നാലും നമുക്ക് മൈലേജ് കിട്ടും. ഫുൾ ടാങ്ക് അടിക്കുകയാണെങ്കിൽ ഒരു 250-260 കിലോമീറ്ററൊക്കെ സിമ്പിളായിട്ട് പോകാൻ പറ്റും. അപ്പോൾ അതാണ് മൈലേജ് ഫിഗറിൻ്റെ കാര്യം പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് വീൽസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അലോയ് വീൽസാണ് വരുന്നത്. അതുപോലെ തന്നെ 12 ഇഞ്ച് അലോയ്സാണ്. ടി വി എസിൻ്റെ ഒരു ടയേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 90/90 സെക്ഷനാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നത്. അത്യാവശ്യം ഗ്രിപ്പുണ്ട്. തെറ്റില്ലാത്ത ഒരു ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടയർ തന്നെയാണിത്. പിന്നെ ഇത് ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ അലോയ് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കും വരുന്നുണ്ട്. ഒരു 220 mm ഡിസ്ക്കാണ്. അത്യാവശ്യം ബ്രേക്കിംഗ് കോൺഫിഡൻസ് ഒക്കെ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. റിയറിൽ ഡ്രമ്മാണ്. പിന്നെ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡ്രമ്മാണ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക്കാണ്. റിയറിൽ 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഷോക്കാണ്. സിംഗിൾ ഷോക്കാണ് വന്നിരിക്കുന്നത്. സസ്പെൻഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്കൊരു പ്രശ്നം പറയാനായിട്ടുള്ളത്. അത് ഫ്രണ്ടിൽ നല്ല കംഫർട്ടബിളാണ്. റിയറിലെ എന്ന് പറയുന്നത് കുറച്ച് സ്റ്റിഫർ സൈഡാണ്. അപ്പം നമുക്ക് ഒരു സിംഗിൾ റൈഡിൽ ഗട്ടറൊക്കെ ഉള്ളിടത്തൂടെ പോകുമ്പോൾ ചെറിയൊരു ഇടിപ്പ് പുറകിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റിയറിലെ സസ്പെൻഷൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കാമെന്ന് എനിക്ക് തോന്നി. അത് മാത്രമാണ് എനിക്കൊരു ബെറ്റർ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടിയിരുന്നു എന്ന് തോന്നിയത്. കാരണം സിറ്റി റൈഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് കൂടുതലും കംഫർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. 106 കിലോ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനും ഈസി ആയിട്ട് ഓടിക്കാം, ലേഡീസിനും ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും. ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരുന്നില്ല. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഒട്ടും വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല റൈഡിങ്ങിൽ. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ ഇതിൽ 6 കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 4 വേരിയൻസ് ആണുള്ളത്. ഡ്രം, അതുപോലെ ഡ്രം അലോയ്, ഡിസ്ക് ബ്രേക്ക്, അങ്ങനെയുള്ള 3-4 വേരിയൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐഗോ അസിസ്റ്റ്, അതുപോലെ വോയിസ് അസിസ്റ്റഡ് നാവിഗേഷൻ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, സ്മാർട്ട് എക്സോണറ്റ്, ഓട്ടോ ടേൺ സിഗ്നൽ, ഫോളോ മീ ഹെഡ് ലാമ്പ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഫോളോ മീ ഹെഡ് ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം വണ്ടി സ്റ്റോപ്പ് ചെയ്ത് രാത്രിയിലൊക്കെ വണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന സമയത്ത് ഓഫ് ചെയ്താലും ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ആയിരിക്കും. പിന്നെ ഹെഡ് ലാമ്പിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് തെറ്റില്ലാത്തൊരു വിസിബിലിറ്റി തരുന്നുണ്ട്. ഹൈ ബീമും ലോ ബീമും ഒക്കെ മോശമില്ലാത്ത ഒരു വിസിബിലിറ്റി ഇൻറ്റൻസി കിട്ടുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഇന്നോവേഷൻ ഇതിനകത്ത് അവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഈ ഒരു ഫ്യൂൽ ലിഡ് കൊടുത്തത്, അതുപോലെ തന്നെ ഇതിനകത്ത് ഹസാർഡ് സ്വിച്ചസ് നമുക്ക് എങ്ങും കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഇൻഡിക്കേറ്ററിൽ നമ്മൾ ഒരു 3-5 സെക്കൻഡ്സ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ ഫ്രണ്ടിലത്തെ 2 ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് ഓണായി കിട്ടും. കണ്ടോ? അപ്പോൾ അത് വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു ഫീച്ചറാണ്. ടി വി എസിന് ഹാറ്റ്സ് ഓഫ്. അപ്പം അതൊക്കെ ഒരു സ്കൂട്ടറിലും ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ട ഒരു സ്കൂട്ടറിലും ഇല്ലാത്ത ഒരു ഫീച്ചറാണ്. സൂപ്പർബായിട്ടുള്ള ഒരു ഇന്നോവേഷനാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറഞ്ഞാൽ നല്ല സ്റ്റേബിളാണ് വണ്ടി. അത്യാവശ്യം സ്പീഡിൽ പോകുമ്പോഴും വണ്ടി നല്ല സ്റ്റേബിളായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നല്ലൊരു വെയിറ്റ് വരുന്നത് ഏകദേശം ഈ വണ്ടിയുടെ അടിഭാഗത്തായിട്ടാണ്. എഞ്ചിൻ്റെ ഈ പോർഷനും
ഫ്യൂൽ ടാങ്കും ഈ ഒരു പോർഷനിൽ തന്നെ വരുന്നതുകൊണ്ട് നമുക്ക് അധികം വെയിറ്റ് മേലോട്ട് പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഓഫർ ചെയ്യുന്നുണ്ട് TVS ജൂപ്പിറ്റർ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പെയിൻറ്റ് ക്വാളിറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഫിനിഷ് ഉണ്ട്. നമുക്ക് പ്രോപ്പറായിട്ടൊരു പ്രീമിയം ലുക്ക് തരുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ബിൽഡ് ക്വാളിറ്റി. പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ തെറ്റില്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വിച്ച് ക്വാളിറ്റിയും കൊള്ളാമെന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് 500 കിലോമീറ്റർ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴാണ്. ബാക്കി സർവീസുകൾ 3 ഫ്രീ സർവീസ് ഉണ്ട്. ബാക്കി എല്ലാ സർവീസും 6000 കിലോമീറ്റർ കൂടുമ്പോഴാണ്. അപ്പം സർവീസിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത് ഏകദേശം ഒരു 500 മുതൽ 800 രൂപ വരെ ആകാനാണ് സാധ്യത. പിന്നെ ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 50,000 കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷമാണ്. അത് നല്ല മികച്ച ഒരു വാറണ്ടി പാക്കാണ്. അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏറ്റവും ബേസ് വേരിയൻറ്റിന് ഏകദേശം 1 lakh റേഞ്ചിലാണ് ഓൺ റോഡ് പ്രൈസ് കേരളത്തിൽ വരുന്നത്. അതിൻ്റെ മേലെയുള്ള ഇതിൽ 1.11 lakhs, അതിന് മേലെയുള്ളത് 1.14 lakhs വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലിന് 1.19 ഏകദേശം അടുത്ത് വരുന്നത്. ഇനി എൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് ഞാൻ പറയാം. ഈ വണ്ടി ആർക്കൊക്കെ പെർഫെക്റ്റായിട്ട് മാച്ചാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗിനേഴ്സ്, അതായത് സ്കൂട്ടറൊക്കെ ഓടിച്ച് പഠിച്ച് തുടങ്ങിയിരിക്കുന്ന തുടക്കക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ലേഡീസിന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ്, അതുപോലെ ഹാൻഡ്ലിങ് വളരെ നല്ല ഒരു മികച്ച ഹാൻഡ്ലിങ് തരുന്ന ഒരു വണ്ടിയാണ്. വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒട്ടും പേടി നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റും. സിറ്റി യൂസാണ് മെയിനായിട്ട് ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്നുള്ള നിലയിൽ പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റിയർ സസ്പെൻഷനാണ്. അതായത് റിയർ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫർ സൈഡാണ്. കാരണം ഇതൊരു സിറ്റി സ്കൂട്ടർ അല്ലെങ്കിൽ ഓൾ ഡേ കമ്മ്യൂട്ട് എന്നുള്ള നിലയിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സസ്പെൻഷൻ കുറച്ചുകൂടെ സോഫ്റ്റർ ആക്കാനും തോന്നി. റിയർ സൈഡ്, ഫ്രണ്ടിലെ കുഴപ്പമില്ല. നമുക്ക് സിംഗിൾ റൈഡ് പോകുന്ന സമയത്ത് കുറച്ച് ഒരു അടിപ്പ് പുറകിലേക്ക് നമുക്ക് ബോഡിയിലേക്ക് വരുന്നുണ്ട്. അത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതൊരു സൂപ്പർ വണ്ടിയായേനെ. എന്തായിരുന്നാലും ഓവറോൾ ഡിസൈനും അതുപോലെ ഇതിൻ്റെ ഒരു എൻജിൻ പെർഫോമൻസ്, സ്മൂത്ത്നെസ്, അതുപോലെ ഇതിൻ്റെ ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള വണ്ടി എന്നുള്ള നിലയിലും ഒക്കെ നോക്കുമ്പം ലുക്ക് വൈസും ഒക്കെ കിടിലുമാണ്. നല്ലൊരു സ്കൂട്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയൊക്കെ നല്ല രീതിക്ക് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കിപ്പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അഴിവടിക്കാറുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിഡ് വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ.